നിങ്ങൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ സെയിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ ഒബ്ജക്ഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ധാരാളം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ അതിന് കൃത്യമായിട്ട് പ്രോപ്പറായിട്ടൊരു മറുപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസും ഒബ്ജക്ഷൻസും എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നവർ ചിലപ്പോൾ ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിൽസ്, ഇത് എന്ത് ഫാബ്രിക്കാണെന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ചാർട്ട്, സൈസ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി ടൈം, നിങ്ങൾ എപ്പോൾ ഇത് സെല്ലിങ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്ത് എന്നത്തേക്ക് എനിക്ക് കിട്ടും എന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ റിട്ടേൺ പോളിസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അവരുടെ ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതേസമയം ഒബ്ജക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഓ ഇതിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതലാണല്ലോ, അതുപോലെ തന്നെ ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് ചോദിക്കട്ടെ, ഇതിനേക്കാളും വില കുറച്ചിട്ട് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഒബ്ജക്ഷൻ. ഇത് അവരുടെ ഫിയറും കൺഫ്യൂഷനിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതൊരു സെയിൽസ് റിജക്ഷനായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അതിന് കറക്റ്റായിട്ട് ക്ലാരിറ്റി കൊടുത്ത് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സെയിൽസിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ ചോദിക്കുക, ഈ പ്രൈസ് ഭയങ്കര കൂടുതലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ദിസ് ഈസ് നോർമൽ ആണല്ലോ, അത് നോർമലായിട്ടുള്ള കാര്യമാണ്, ഈ പ്രൈസ് തന്നെയാണ് എല്ലായിടത്തും, അങ്ങനെ പറയരുത്. അത് തെറ്റായിട്ടുള്ളൊരു ആൻസറാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പറയുന്നതിന് പകരം, ഓക്കെ മാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക് ഭയങ്കര കൂടിയ ഇനം ഫാബ്രിക്കാണ്, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആണ്, സ്റ്റിച്ചിങ് ആണെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ കസ്റ്റമർക്ക് അതിനെക്കുറിച്ച് അവർ നോക്കും, അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സെയിൽസ് അവിടെ നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ഐ തിങ്ക് ഞാനിത് പിന്നീട് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുകയാണെങ്കിൽ പറയണം, നമ്മൾ ചോദിക്കണം, എന്താണ് മാം, എന്താണ് കൺസേൺ, എന്താണ് ഇതിൻ്റെ പ്രൈസ് ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെലിവറിനെ കുറിച്ചിട്ടാണോ, സൈസ് ചാർട്ടിനെ കുറിച്ചിട്ടാണോ, എന്തിനെക്കുറിച്ച് ആശങ്കയെന്ന് പറയുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ക്ലാരിറ്റി ചെയ്ത് തരാം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ അവിടെ പിടിച്ചു നിർത്തണം. കാരണം അല്ലാതെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സെയിൽസ് ലോസ് ആയി എന്നാണ് കരുതാനായിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇപ്പോൾ വീട്ടുകാരോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ, ശരി മാം ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാം, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ കസ്റ്റമറെ ഒരിക്കലും ലോസ്റ്റ് ആക്കി കളയാണ്ട് അവരുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് ആ സെയിൽസ് നടത്താനായിട്ട് നമ്മൾ നോക്കണം. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും, അതുപോലെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാനും നമ്മളുടെ ഒരു പാഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലുള്ള അറിവുകളും കാര്യങ്ങളും എല്ലാം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം, നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി മാറാം.